ഇന്ത്യയിലെ സിവിൽ ഏവിയേഷനെ പറ്റി ഞാൻ 2-3 വീഡിയോ ചെയ്തിരുന്നു. ഉറപ്പായിട്ടും അതിൻ്റെ അകത്ത് ഞാൻ ഷാർപ്പായിട്ട് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തെ ക്രിട്ടിസൈസ് ചെയ്തു. കാരണം DGCA ആണ് ഈ പറയുന്ന സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതായത് ഫ്ലൈറ്റിൽ ഫ്ലൈ ചെയ്യുമ്പോൾ അവിടെ ആഹാരം കൊടുക്കുക, സമയപരിധിനേക്കാളിലൊക്കെ ഏറ്റവും സുപ്രധാനം എന്ന് പറയുന്നത് ഫ്ലൈ ചെയ്യുന്ന പാസഞ്ചറിൻ്റെ എയർക്രാഫ്റ്റിൻ്റെ സേഫ്റ്റിയാണ്. അതാണ് പരമപ്രധാനം. അത് ഗ്ലോബലായിട്ടുള്ളത്. ഇന്ത്യയും അങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ചോദ്യം ഉണ്ടാവുന്നു. അതായത് ഇന്നലെ 2ഓളം എയർ ക്രാഷുകളാണ് ഉണ്ടായത്. ഒന്ന് ജാർഖണ്ഡിൽ നിന്ന്, റാഞ്ചിയിൽ നിന്നും ഡൽഹിയിലോട്ട് വന്ന എയർ ആംബുലൻസ് 7ഓളം. അതിൻ്റെ അകത്ത് രോഗിയുണ്ട്. കാരണം ഇന്ന ഡൽഹിയിൽ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരും. അയാളുടെ ഭാര്യ, കുഞ്ഞ്, ഒരു ഡോക്ടർ, എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്തവർ 7ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. അതായത് എയർബോണായി റാഞ്ചി എയർപോർട്ടിൽ നിന്ന്. അതിനുശേഷം അത് ഏകദേശം 23 മിനിറ്റ് കഴിയുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ റിപ്പോർട്ടുകൾ അൺകൺഫേംഡ് റിപ്പോർട്ടാണ്, കാലാവസ്ഥ അനുകൂലമല്ല. പിന്നീട് ഒരു റിപ്പോർട്ട് വരുന്നത് കാലാവസ്ഥയല്ലായിരുന്നു പ്രശ്നം. അപ്പം എന്തായിരുന്നു പ്രശ്നം? ചോദ്യങ്ങളാണ്. അതേപോലെ തന്നെ ഇത് എയർബോൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ATC കൃത്യമായിട്ട് വിവരങ്ങൾ കൊടുക്കും. ഇത് ഫ്ലൈ ചെയ്യാൻ പറ്റിയതാണോ അല്ലെങ്കിൽ റൂട്ട് മാറ്റണോ? ഇതൊക്കെ എവിടെയാണ് പാളിച്ച ഉണ്ടായത്? അത് കഴിഞ്ഞ് മറ്റൊന്ന് സംഭവം, ആൻഡമാൻസ് ദ്വീപിൽ ഒരു ചോപ്പർ, അതായത് ടൂറിസ്റ്റുകളെ കൊണ്ട് അത് കടലിലോട്ട് ഇറങ്ങി. അത് കരയിലിറങ്ങിയത് സ്ഥിതി എന്താ? കാരണം അതിനകത്ത് ആരും പ്രശ്നമുണ്ടായില്ല, എല്ലാവരും രക്ഷപ്പെട്ടു. അപ്പോൾ കരയിലാണെങ്കിൽ ഇതേപോലെ വെള്ളത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്യുക, കരയിലാണെങ്കിൽ പൊട്ടിത്തെറിച്ചാൽ. എന്താണ് ഈ പ്രശ്നമെന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, തേജസിൻ്റെ ക്രാഷ്, 3ഓളം ക്രാഷ്. അപ്പോൾ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടർ ഡീപ്പായിട്ട് ക്രൈസിസിലാണ്. അതുമായി ബന്ധപ്പെട്ട് പല റിപ്പോർട്ടുകൾ വരുന്നു, പലതായിട്ട്. കാരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, DGCA പറയുന്ന പല റിപ്പോർട്ടുകളുണ്ട്. ഇതൊന്നും പുറത്തു വിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അഹമ്മദാബാദ് എയർ ക്രാഷ്, അതിനെപ്പറ്റി മറ്റുള്ള മീഡിയയും മറ്റുള്ള ഏജൻസികളും, കാരണം ഈ ഡ്രീം ലൈനറാണ് അഹമ്മദാബാദ് ക്രാഷ് ഉണ്ടായത്. ഉറപ്പായിട്ടും ഈ മറ്റുള്ള രാജ്യത്തിൻ്റെ പൗരന്മാരുണ്ട്, അവർ എൻക്വയറി നടത്തും, എൻക്വയറി ടീമിൽ ആകും. ഇറ്റാലിയൻസ് ഉണ്ട്, ബ്രിട്ടീഷേഴ്സ് ഉണ്ട്. അവരതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടു, സൂയിസൈഡായിരുന്നു. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. അതേപോലെ തന്നെ അജിത് പവാർ, ഡെപ്യൂട്ടി CM, അദ്ദേഹത്തിൻ്റെ ചാർട്ടർ എയർക്രാഫ്റ്റ് ക്രാഷ് ആവുന്നു പൂനെക്കടുത്ത് ബാരാമതിയിൽ. ഇന്നും അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, 50% സ്റ്റാഫിൻ്റെ കുറവ്. 50% ആലോചിച്ച് നോക്കുക. ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ സെക്ടറാണ് ഇന്ത്യയിലെ. കാരണം ഇന്ത്യൻ എക്കോണമി ഗ്രോ ചെയ്തു, ഇഷ്ടംപോലെ എയർപോർട്ടുകളായി, ആൾക്കാർ ഫ്ലൈ ചെയ്യുന്നു. അതിൻ്റെ റെഗുലേറ്ററി ബോഡിക്കകത്ത് ഇൻസ്പെക്ഷനും പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ അകത്ത് 50% പേരുടെ കുറവുകൾ. ആരാണ് ഇതിന് ഉത്തരവാദി? കേന്ദ്ര സർക്കാർ. വേറെ ഇതിനകത്ത് ആരും ഉത്തരവാദികളില്ല. കംപ്ലീറ്റ് അവരുടെയാണ് മോണോപ്പൊളി, അവരാണ് മുഴുവനും നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ഫ്ലൈറ്റിൻ്റെ ഗ്ലിച്ചസ് എടുക്കുക. ഇന്ന് തന്നെ സ്പൈസ് ജെറ്റ് ഗ്ലിച്ചസ് ആയി, അതായത് ഇന്ത്യൻ തകരാറിലായി. പിന്നെ ആരാണ് ഇതിന് അനുമതി കൊടുത്ത് ഫ്ലൈ ചെയ്യാൻ പറയുന്നത്? പല ചോദ്യങ്ങളാണ്. അതായത് ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിൻ്റെ വല്ലാത്ത രീതിയിലുള്ള ക്രെഡിബിലിറ്റി നശിക്കുകയാണ്. കാരണം ആൾക്കാർക്ക് ഇപ്പം ഭയമായി തുടങ്ങി. ഇതിൻ്റെ അകത്ത് ഫ്ലൈ ചെയ്താൽ നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും, അത് ഇടയ്ക്ക് വെച്ച് ക്രാഷ് ആകുമോ? അല്ല, വല്ലാത്ത ഇറസ്പോൺസിബിൾ വേയിലാണ് ഈ ഗവൺമെൻറ്റിൻ്റെ DGCA, സിവിൽ ഏവിയേഷൻ മിനിസ്ട്രി ആണെങ്കിലും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ സംഭവമാണെങ്കിലും ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പല റെക്കമെൻഡേഷനും ഉണ്ടായിട്ടുണ്ട് DGCA. കാരണം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, അതായത് ഒരു പാസഞ്ചറിൻ്റെയും ഈ എയർക്രാഫ്റ്റിൻ്റെ സേഫ്റ്റി DGCAയുടെ 2 ഡിപ്പാർട്ട്മെൻ്റ് ആക്കണം. കാരണം ഇത് ഹ്യൂജ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോട് ഭരിക്കാൻ പറ്റത്തില്ല. കാരണം സെപ്പറേറ്റ് ആക്കണം. ഇന്ന് വളരെയധികം റെക്കമെൻഡേഷൻ ഉണ്ട്. പക്ഷേ ഇതൊന്നും പാലിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരു കാര്യം പറയാം, ഞാനും നിങ്ങളെപ്പോഴും ഫ്ലൈ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ട്രെയിനിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ഫ്ലൈ ചെയ്യുമ്പോൾ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു സിറ്റിസൺ, അയാളുടെ റൈറ്റാണ്. അല്ലെങ്കിൽ ഒരു യാത്രക്കാരൻ, അവന് ഗവൺമെൻറ് കൊടുക്കുന്ന
അവൻ്റെ സെക്യൂരിറ്റി ഒരു പ്രാധാന്യമുണ്ട്. ഗവൺമെൻറ്റാണ് അത് മുഴുവനും മോണിറ്റർ ചെയ്യുന്നത്. ഗ്ലോബൽ സിവിൽ ഏവിയേഷനിൽ ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ വലിയ രീതിയിൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അതായത് അമേരിക്കയും ചൈനയും കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫ്ലൈ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യക്കാർ ഗ്ലോബലി ഉണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ലോക രാജ്യങ്ങൾ ഏത് രീതിയിലാണ് ഇന്ത്യയെ കാണുന്നത്? ചോദ്യങ്ങളുണ്ട്. ഇതിനൊന്നും ഉത്തരം തരുന്നില്ല. പല ചോദ്യങ്ങളും ചോദിച്ചു കഴിഞ്ഞാൽ റാം നായിഡു എന്ന് പറയുന്ന മന്ത്രി, ചെറുപ്പക്കാരന് എന്തൊക്കെയോ ഒന്ന് ചോദിച്ചാൽ വേറെന്തൊക്കെയോ ഉത്തരം കൊടുക്കുന്നു. കാരണം തെലുങ്ക് ദേശത്തിൻ്റെ ആളാണ്. അയാളെ കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭയെ തന്നെ അപകടത്തിലാക്കുന്ന രീതിയിലാണ്. ഇത് കൊടുക്കേണ്ടത് സീനിയർ മന്ത്രിക്കാണ് ഇതിൻ്റെ ചുമതല കൊടുക്കേണ്ടത്. അതേപോലെ ഗ്ലോബലായിട്ട് ഇതിൻ്റെ പേര് മോശമായി കഴിഞ്ഞാൽ ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ സെക്ടറിൻ്റെ സെക്യൂരിറ്റിയും അതേപോലെ ആൾക്കാരുടെ റിസ്ക്, പിന്നെ ആൾക്കാർ ഫ്ലൈ ചെയ്തില്ല. ഇന്ത്യക്കാർ പോലും ഫ്ലൈ ചെയ്യാൻ പേടിച്ചു പോകും. വലിയൊരു സെക്ടറാണ് പിന്നെ ഇല്ലാതാകുന്നത്. അതേപോലെ പ്രൈവറ്റ് എയർലൈൻസ് കമ്പനികൾ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ എയർലൈൻസ് കമ്പനികളൊക്കെ കാണിക്കുന്ന ലാഭം എന്ന് പറയുന്ന കള്ളത്തരമാണ്. ഇത്ര സംഭവമൊന്നുമില്ല. ഇവർ കുറച്ച് സ്റ്റാഫിനെ വെച്ചാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലോട്ട് പോവുകയാണ്. അപ്പം അവിടെയാണ് ഗവൺമെൻറ് ആലോചിക്കേണ്ടത്. ഇത്രയും നമ്മളൊരു പാസഞ്ചറാണ്. ഒരു ടിക്കറ്റ്, ഒരു 5000 രൂപയുടെ ഒരു ടിക്കറ്റ് നമ്മൾ എടുക്കുന്നു. അതിനകത്ത് നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കുന്ന ഏകദേശം 2500 രൂപയാണ് 5000 രൂപയുടെ ടിക്കറ്റ് നമ്മൾ കൊടുക്കുന്ന ടാക്സ്. എന്തിനാണ് കൊടുക്കുന്നത്? നമ്മുടെ സേഫ്റ്റി, സെക്യൂരിറ്റി, എയർപോർട്ട് ടാക്സ്, ആ ടാക്സ്, ഈ ടാക്സ്, ഇതെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമ്മുടെ സെക്യൂരിറ്റിക്ക് ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമില്ല. ഉണ്ട്. അതാണ് പറഞ്ഞ് ഇതിൻ്റെ റിപ്പോർട്ട് പുറത്ത് വീഴണം. ആരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇതുണ്ടാക്കിയ കമ്പനിയാണ് ഉത്തരവാദി. ആരാണ് ഇത് ഓഡിറ്റ് ചെയ്യേണ്ടത്? ഇതൊന്നും പുറത്തു വിടുന്നില്ല. അതാണ് ഈ കപടത എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ആരാണ് അക്കൗണ്ടബിള്? അവനെയല്ലേ ശിക്ഷിക്കേണ്ടത്? അതാണ് ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ മോദി ഗവൺമെൻറ് താളം തെറ്റുകയാണ്. അതിൻ്റെ ഓരോ തെളിവുകളാണ് ഞാൻ ഈ പറയുന്ന സിവിൽ ഏവിയേഷൻ സെക്ടർ എന്ന് പറയുന്നത്. ശക്തമായി മോണിറ്റർ ചെയ്യേണ്ട ഒരു സംവിധാനമാണത്. മോണിറ്റർ ചെയ്ത് നല്ല രീതിയിലാണ് ഇത് കൊണ്ടുപോകേണ്ടത്. മലയാളിയായ ഒരു സീനിയർ IAS ഓഫീസർ DGCA ഡയറക്ടർ ജനറലായിരുന്നു ഭരത് ഭൂഷൺ. അത് വളരെ കാര്യമായിട്ടാണ് ഇത് കൊണ്ടുപോയത്. പിന്നീട് എവിടെയാണ് ഇത് തെറ്റിയത്? ഇതിനൊന്നും ഉത്തരം കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഇതാണ് ഏറ്റവും തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഗവൺമെൻറ്റിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്തു പറഞ്ഞു കഴിഞ്ഞാലും ആ രീതിയിലുള്ള മെല്ലപ്പോക്ക് നയമാണ് ഇതിനൊക്കെ കാരണം. അതായത് സാധാരണക്കാരെ, എന്നെപ്പോലും നിങ്ങളെപ്പോലെയുള്ള പാസഞ്ചേഴ്സ്, അവരനുഭവിക്കുന്ന നമ്മുടെ ജീവൻ പോലും റിസ്കിൽ പോകുന്ന രീതിയിലായി മാറിയേക്കുവാണ് ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ സെക്ടർ. ഇവിടെ ഗവൺമെൻറ് ശക്തമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ ആ ഒരു സെക്ടർ തന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റി അല്ല, ഗ്ലോബലായിട്ട് പല ആൾക്കാർ, ഇന്ത്യക്കാർ തന്നെ ഫ്ലൈ ചെയ്യാൻ ഭയമായി മാറും. ഇത് വന്നു കഴിയുമ്പോഴുള്ള സ്ഥിതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്രെഡിബിലിറ്റി വല്ലാതെ ഇന്ന് ബാധിക്കും. ഇവിടെയാണ് ഗവൺമെൻറ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻ്റർവീൻ ചെയ്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം.